ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലമായി കൊണ്ട് ആരാധകർ ഇപ്പോൾ ക്ലബിനെ കൈവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾക്കൊക്കെ ആരാധകരുടെ എണ്ണം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ്. ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമായിരുന്നു അത്യാവശ്യം ആരാധകർ വന്നിരുന്നത്. പക്ഷേ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഈ ഒരു മത്സരങ്ങൾ നേരിട്ട് പോയി വീക്ഷിക്കാനുള്ള ഒരു താല്പര്യത്തിലൊക്കെ ഇപ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകർ പങ്കെടുത്ത 5 മത്സരങ്ങളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ കൊച്ചി സ്റ്റേഡിയം കേവലം 5ാം സ്ഥാനത്ത് മാത്രമാണ് വരുന്നത്. മോഹൻ ബഗാന്റെ ഒരു ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ 5 മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1ാം സ്ഥാനത്ത് വരുന്നത് കൊൽക്കത്തൻ ഡെർബിയാണ്. ഇമാമി ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിൽ നടന്ന ആ ഒരു ഡെർബി പോരാട്ടം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ എത്തിയത് 59,872 ആളുകളാണ്. 2ാം സ്ഥാനത്ത് മോഹൻ ബഗാൻ തന്നെ വരുന്നു. മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ 41,002 ആളുകൾ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി മോഹൻ ബഗാന്റെ മൈതാനത്തെത്തി. 3ാം സ്ഥാനത്ത് മോഹൻ ബഗാനും മുഹമ്മദൻ എസ്സിയും തമ്മിൽ നടന്ന മത്സരമാണ് മറ്റൊരു കൊൽക്കത്തൻ ഡെർബി. അതിൽ 40,000 ആളുകളാണ് ആ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം വീക്ഷിക്കാൻ വേണ്ടിയാണ്. മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ മത്സരം നടന്നിരുന്നത്. 35,598 ആരാധകരാണ് ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. 5ാം സ്ഥാനത്താണ് കൊച്ചി കലൂർ സ്റ്റേഡിയം വരുന്നത്. ബംഗളൂരു എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ 34,940 ആളുകളായിരുന്നു വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ മുൻനിരയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയവും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അറ്റൻഡൻസ് കുറഞ്ഞു വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മോശം പ്രകടനങ്ങളും തോൽവികളുമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.